കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഒരു ദിവസം കൂടെ അവിടെ നമുക്ക് ദാനമായി നൽകിയല്ലോ. ദൈവത്തിന്റെ ദയയും വിശ്വസ്തതയും ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും. അവനെന്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. ദൈവത്തോട് പറ്റിയിരിക്കാൻ ഈ ദിവസങ്ങൾ നമുക്ക് തയ്യാറാവാം. ഹോവ ദൈവമായിരിക്കുന്ന ജാതിയും അവിടുന്ന് തനിക്ക് അവകാശമായി തിരഞ്ഞെടുത്ത ജനവും ഭാഗ്യമുള്ളതാണ്. ഹോവയെ ഭയപ്പെട്ട അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യനും ഭാഗ്യവാനാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. അങ്ങനെയുള്ള ശ്രേഷ്ഠകരമായ ഒരു ഭാഗ്യ പദവിയിലേക്ക് നമ്മളെ കൊണ്ടുവന്ന സർവശക്തനായ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. ഹോവ കൃപയും കരുണയും നിറഞ്ഞവനാണ്. നേരോട് നടക്കുന്നവർക്ക് അവിടുന്ന് ഒരു നന്മയ്ക്കും മുടക്കം വരുത്തുകയില്ല. വിശ്വസ്തരായിരിക്കാൻ നമുക്ക് തയ്യാറാവാം. തന്റെ ഭക്തന്മാരുടെ പ്രാണങ്ങളെ കാക്കുന്ന ദൈവം, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം, ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായവൻ, മാറ്റമില്ലാത്തവൻ, വാക്കിൽ വിശ്വസ്തൻ, പ്രവൃത്തിയിൽ ഭയങ്കരൻ, താൻ മാത്രം അത്ഭുതങ്ങൾ ചെയ്യുന്നു. അവിടുത്തെ മുൻപാകെ നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഓവേ, ഞങ്ങൾ നിങ്ങൾ പ്രത്യാശ വെക്കുന്നത് പോലെ അവിടുത്തെ മുഖപ്രകാശം ഞങ്ങളുടെ മേലെ ഒന്ന് ഉദിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. യഹോവയിൽ പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെട്ടിരിപ്പേൻ. നിങ്ങളുടെ ഹൃദയം യഹോവയിൽ ഉറച്ചിരിക്കട്ടെ. ഒരു ധൈര്യം നമ്മുടെ അകത്തുണ്ടാവണം. യഹോവയിൽ പ്രത്യാശയുള്ളവന്റെ അകത്ത് ഒരു ധൈര്യം ഉണ്ടാവും. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എന്റെ ഉപനതി ആ ദിവസം വരെ കാക്കുവാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. സഹോദരങ്ങളെ, ഈ ഒരു ഉറപ്പ് നമ്മുടെ അകത്തുണ്ടെങ്കിൽ നമ്മൾ കുലുങ്ങിപ്പോകത്തില്ല, തളർന്നു പോവില്ല, ക്ഷണിച്ചു പോവില്ല. ഏത് കാലഘട്ടത്തിലും ശക്തിയോടെ നിൽപ്പാൻ ദൈവം നമ്മെ ഇടയാക്കും എന്നുള്ളതിന് സംശയമില്ല. അവരോ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാക്ഷിച്ചു. ആകയാൽ ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടാൻ ലജ്ജിക്കുന്നില്ല. ദൈവം നമ്മുടെ ദൈവമെന്ന് വിളിക്കപ്പെടാൻ ലജ്ജിക്കുന്നതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതെ വിശുദ്ധിയോടെ ജീവിപ്പാൻ അവിടുന്ന് നമ്മെല്ലാം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 143 സങ്കീർത്തനം 11 വാക്യം. യഹോവേ, നിന്റെ നാമം നിമിത്തം എന്നെ ജീവിപ്പിക്കണമേ. നിന്റെ നീതിയാൽ എന്റെ പ്രാണനെ കഷ്ടതയിൽ നിന്ന് ഉദ്ധരിക്കണമേ. ദാവീദിന്റെ സങ്കീർത്തനമാണ്. യഹോവേ, എന്റെ പ്രാർത്ഥന കേട്ട് എന്റെ യാചനയ്ക്ക് ചെവി തരണമേ. അവിടുത്തെ വിശ്വസ്തതയാലും നീതിയാലും എനിക്ക് ഉത്തരമരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. ഞാൻ പണ്ടത്തെ നാളുകളെ ഓർക്കുന്നു. നിന്റെ സകല പ്രവൃത്തികളെയും ധ്യാനിക്കുന്നു. ദൈവം നൽകിയ വിടുതലുകൾ ധ്യാനിക്കുന്ന, അയവിറക്കുന്ന ഒരു മനുഷ്യൻ. സഹോദരങ്ങളെ, ജീവിതത്തിൽ ഇപ്പോൾ വരുന്ന ചില വിഷയങ്ങൾ കണ്ട് നിരാശപ്പെടാതെ ഇന്നലകളിൽ ഇറങ്ങി വന്ന, വിടുവിച്ച, വീര്യം പ്രവർത്തിച്ച ദൈവത്തിന്റെ ശക്തമായ പ്രവർത്തികളെ ഓർത്ത് സ്തോത്രം ചെയ്യണം. പണ്ടത്തെ അത്ഭുതങ്ങൾ എവിടെയെന്ന് ചോദിച്ച ഒരു ഭാഗം നമുക്ക് അറിയാവുന്നതാണല്ലോ. കുതിരകളെ പോലെ ആഴിയിലൂടെ ജനത്തെ നടത്തിയ ദൈവം എവിടെ എന്ന് ചോദിച്ച് ദൈവത്തെ ഉണർത്തിച്ച ഭാഗങ്ങൾ ശ്രേഷ്ഠമാണ്. പൂർവകാലത്തെന്ന പോലെ ദൈവത്തെ എന്റെ ഇടപെടലുകൾ ഓർപ്പിച്ചുണർത്തുന്ന ഭാഗങ്ങൾ നമുക്ക് അറിവുള്ളതാണ്. അങ്ങനെയെങ്കിൽ വരുന്ന വിഷയങ്ങളെ കണ്ട് നെടുവീർപ്പെടാതെ ഇന്നലകളിൽ
ഇറങ്ങിയ ദൈവം ഇന്നും ഇറങ്ങും, നാളെയും പ്രവർത്തിക്കുമെന്ന ആഴമായൊരു വിശ്വാസം നമ്മുടെ അകത്ത് കത്തണം. സ്തോത്രം. എന്നിട്ട് പറയുന്നു, ഹോവേ, ഞാൻ നിന്നെ ആശ്രയിക്കുന്നു, നടക്കേണ്ടുന്ന വഴി എന്നെ അറിയിക്കണമേ. ദൈവത്തിൽ പൂർണ്ണമായി ട്രസ്റ്റ് ചെയ്യുന്ന ഒരു മനുഷ്യൻ പറയുകയാണ്, നടക്കേണ്ടുന്ന വഴി എന്നെ ഒന്ന് അറിയിച്ച് തരണമേ. ആ പ്രാർത്ഥനയുടെ അടുത്ത ഭാഗമാണ് നമ്മൾ ചിന്തിച്ചത്, ഹോവേ, നിന്റെ നാമം നിമിത്തം എന്നെ ജീവിപ്പിക്കണമേ. ദൈവത്തിന്റെ നാമം ബലമുള്ള ഗോപുരമാണ്. ദൈവത്തിന്റെ നാമം നിമിത്തം എല്ലാ മുട്ടും മടങ്ങുന്ന, എല്ലാ നാവും പുകഴുന്ന അത്ഭുതങ്ങളുടെ നാമം, അതിശയങ്ങളുടെ നാമം, വീര്യം പ്രവർത്തിക്കുന്ന നാമം, ആ നാമം നിമിത്തം, ആ നാമത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം എന്നെ ഒന്ന് ജീവിപ്പിക്കണമേ. ജീവനറ്റ വിഷയങ്ങളെ ജീവിപ്പിക്കുന്ന യേശുവിന്റെ നാമം. യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കാൻ പറഞ്ഞപ്പോൾ ജന്മന മുടന്തനായവൻ, ഒതുക്കപ്പെട്ടവൻ, ബാധ്യതയായവൻ, പുറത്തുകൊണ്ടിരുത്തപ്പെട്ടവൻ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞപ്പോൾ അവന്റെ നരിയാണികൾ ഉറച്ചു. അവൻ കുതിച്ചെഴുന്നേറ്റു. പിന്നീട് അവൻ പുറത്തേക്കല്ല പോയത്, അവൻ ആലയത്തിനകത്തേക്ക് പോയി. അവന്റെ കൂട്ടുകെട്ടിന് വ്യത്യാസം വന്നു. പത്രോസിനോടും യോഹന്നാനോടും ചേർന്ന് നിന്നു. യേശുവിന്റെ നാമത്തിന്റെ ശക്തി നമ്മുടെ അകത്ത് വ്യാപരിക്കുമ്പോൾ എഴുന്നേൽക്കാത്ത വിഷയം, നാളുകളായ വിഷയം, പഴകിപ്പോയ വിഷയം, പ്രതീക്ഷ നഷ്ടപ്പെട്ട വിഷയം ചാടി എഴുന്നേൽക്കും. ആലയത്തിൽ വന്ന് ദൈവത്തെ സ്തുതിക്കും. ചേർന്ന് നിൽക്കേണ്ടവരോട് ചേർന്ന് നിൽക്കും. അതുവരെയുള്ള ബന്ധങ്ങൾ മാറുകയാ. സ്തോത്രം. യേശുവിന്റെ നാമത്തിന്റെ ശക്തി. മറ്റൊരിടത്ത് പൗലോസ് യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ ഒരിക്കലും നടന്നിട്ടില്ലാത്ത വ്യക്തി കാലൂന്നി നിവർന്നു നിൽക്കാനിടയായി തീർന്നു. രാത്രി ഒരിക്കലും നടക്കാത്ത വിഷയത്തെ നിവർത്താൻ കഴിവുള്ള യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ ചിലത് ജീവിക്കാൻ പോകുകയാ. ഡെഡായി ചിലത് എഴുന്നേൽക്കാൻ പോകുകയാ. ദൈവ മഹത്വം ഇന്ന് പകൽ നിങ്ങളുടെ കുടുംബങ്ങളിലും തലമുറകളിലും വെളിപ്പെടുകയാ. സ്തോത്രം ചെയ്യാമോ? യേശുവിന്റെ നാമത്തിൽ ചിലർ ജീവിക്കുന്നു. സ്തോത്രം, സ്തോത്രം. നസറനായ യേശുവിന്റെ നാമത്തിൽ നടക്കാൻ പറഞ്ഞപ്പോൾ അത്ഭുതം സംഭവിച്ചില്ലേ? ആ നാമത്തിന്റെ ശക്തി ഇന്ന് പകൽ നിങ്ങളുടെ ശരീരങ്ങളിൽ വ്യാപരിക്കുന്നു, നിങ്ങളുടെ കുടുംബത്തിൽ വ്യാപരിക്കുന്നു. അടുത്ത ഭാഗം കൂടെ ശ്രദ്ധിക്കൂ സഹോദരങ്ങളെ. നിന്റെ നീതിയാൽ എന്റെ പ്രാണനെ കഷ്ടതയിൽ നിന്ന് ഉദ്ധരിക്കണമേ. ദൈവത്തിന്റെ നീതി തന്റെ ഭക്തന്മാരോടുണ്ട്. നെഹമ്യാവ് പറഞ്ഞത് ശ്രദ്ധിക്കണം. കർത്താവേ, എന്നെ ഓർക്കണമേ, ഞാൻ ചെയ്തത് ഓർക്കണമേ. സ്തോത്രം. നീതിമാനായ ദൈവം പ്രവർത്തിച്ചില്ലേ? അത്ഭുതങ്ങൾ ചെയ്തില്ലേ? നെഹമ്യാവിന്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ ദൈവത്തിന്റെ നീതിയാൽ കഷ്ടതയിൽ നമ്മളെ ഉദ്ധരിക്കും. സ്തോത്രം. ആരും നിങ്ങളെ കണ്ടില്ലെങ്കിലും നിങ്ങളെ അറിഞ്ഞില്ലെങ്കിലും നിങ്ങൾ ഓടിയതും അധ്വാനിച്ചതും ദൈവത്തിനു വേണ്ടി നിന്നതും വിശ്വസ്തയോടെ നിന്നതും പ്രതികൂലങ്ങളെ വകവെക്കാതെ എന്റെ കർത്താവ് മാത്രം മതിയെന്നും കഷ്ടതയുടെ തീച്ചൂളയിലും ഒന്നുമില്ലായ്മയിൽ നിന്നും തുടക്കമൊന്ന് തിരിഞ്ഞു നോക്കിയ സഹോദരങ്ങളെ, ആരും സഹായിപ്പാനില്ലാതിരുന്ന സമയത്തും നടത്തിയ ദൈവത്തിന്റെ മുമ്പാകെ വിശ്വസ്തരായി നിന്നതുകൊണ്ട് ദൈവം നിങ്ങളെ ഉദ്ധരിച്ചില്ലേ? കഷ്ടതയുടെ തീച്ചൂളയിൽ നിന്ന് ഉദ്ധരിച്ചില്ലേ? ആഴങ്ങളിൽ നിന്ന് ഉദ്ധരിച്ചില്ലേ? സകല വെല്ലുവിളികളിൽ നിന്നും ഉദ്ധരിച്ചില്ലേ? സമാധാനം നൽകിയില്ലേ? സ്വസ്ഥത നൽകിയില്ലേ? ചോദിക്കാത്തവിടെ നൽകിയില്ലേ? അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ നീതി നിമിത്ത അഭിഷക്ത ദൈവം നിങ്ങളെ ഉദ്ധരിച്ചില്ലേ? ആ ദൈവം ഇനിയും നടത്തും, മേലാലും നടത്തും. ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. യേശുവിന്റെ നാമത്തിൽ ജനം വിടുതൽ പ്രാപിക്കട്ടെ. സർവശക്തനായ ദൈവമേ, സ്വർഗത്തിലും ഭൂമിയിലും
സകലവിധ അധികാരവും ലഭിച്ച വാഴ്ത്തപ്പെട്ട കർത്താവേ, ഇന്ന് പകൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ ജീവിപ്പിക്കുന്ന നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് വീണ്ടും ജീവിപ്പിക്കുന്ന ദൈവം ഞങ്ങളുടെ കൂടെയുള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. 2 ദിവസം കഴിഞ്ഞിട്ട് അവർ ഞങ്ങളെ ജീവിപ്പിക്കും. 3-ാം ദിവസം ഞങ്ങൾ എഴുന്നേൽക്കും. യേശുവിന്റെ നാമത്തിൽ ആ വചനത്തിന്റെ ശക്തി ഞങ്ങളുടെ മേൽ വ്യാപരിക്കുന്നതിന് സ്തോത്രം. ജീവന്റെ വചനം ഇന്ന് പകൽ ഞങ്ങളുടെ മേൽ വിടുതലായി പരിണമിക്കുന്നതിന് സ്തോത്രം. ജനം സൗഖ്യമാകട്ടെ, ആത്മാവിൽ എഴുന്നേൽക്കട്ടെ, അവർ സഞ്ചരിക്കട്ടെ, കുടുംബങ്ങൾ വിടുതൽ വ്യാപരിക്കട്ടെ. അവിടെ നൽകിയ എല്ലാ സ്വസ്ഥതയ്ക്കായും സമാധാനത്തിനായും ദൈവപ്രവൃത്തിയുടെ ആഴങ്ങൾക്കായും നന്ദി പറയുന്നു. സകല മഹത്വവും തൃപ്പാദത്തിങ്കൽ മാത്രം അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ കൃപയുണ്ടായി പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ നിയോഗത്തോടെ ദൈവകൃപയോടെ മുമ്പോട്ട് പോകും. നമ്മുടെ ദൈവ അത്ഭുതങ്ങളുടെ ദൈവം ഈ വചനങ്ങളാൽ അവിടെ സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു.